ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് തൊട്ടു മുൻപുള്ള വെള്ളിയെ ദുഃഖവെള്ളിയായി ആചരിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച, അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിൻ്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും, പോളണ്ട് സഭ, യവന സഭ, സുറിയാനി സഭ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ വലിയ വെള്ളിയാഴ്ച എന്നും വിളിക്കുന്നു. കേരളത്തിലെ സുറിയാനി സഭകൾ ഹാശ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ ഈ വെള്ളിയാഴ്ചയെ ഹാശാ വെള്ളി എന്നും പരാമർശിക്കാറുണ്ട്. സുവിശേഷങ്ങൾ അനുസരിച്ച് ഗെത്സമന എന്ന തോട്ടത്തിൽ വെച്ച് തൻ്റെ ശിഷ്യനായ യൂദാസ് സ്കറിയോത്ത 30 വെള്ളിക്കാശിന് പട്ടാളക്കാർക്കും മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും യേശുവിനെ കാണിച്ചു കൊടുത്തു. അവർ അവനെ ബന്ധനസ്ഥനാക്കി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായപ്പനായിരുന്ന ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഫലം ഇല്ലായകയാൽ ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്തേക്ക് അയച്ചു. അവിടെ വെച്ച് മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും ഒന്നും ഫലിച്ചില്ല. ഒടുവിൽ മഹാപുരോഹിതൻ അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചു. അതിന് ഞാനാകുന്നു എന്നുത്തരം നൽകി. ഇതു കേട്ട ഉടൻ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുത്തരം പറഞ്ഞു. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചതിന് ശേഷം മരണയോഗ്യമായ യാതൊന്നും അവനിൽ കണ്ടില്ല. യേശു ഗലീലക്കാരൻ ആണെന്ന് പീലാത്തോസ് അറിഞ്ഞപ്പോൾ യേശുവിനെ ഗലീല ന്യായാധിപനായ ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഹെരോദാവും മരണയോഗ്യമായ യാതൊന്നും അവനിൽ കണ്ടില്ല. അതിനാൽ അവൻ യേശുവിനെ തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി. അവരോട്, ഞാനും ഹെരോദാവും വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവനെ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. അതിന് ജനം, ഇവനെ ക്രൂശിക്ക, കലഹവും കുലയും ഹേതുവായി തടവിലായ ബറബാസിനെ വിട്ടുതരിക എന്ന് വിളിച്ചു പറഞ്ഞു. ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്കും ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 കള്ളന്മാരെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 6 മണിക്കൂർ തീവ്രവേദന അനുഭവിച്ച് ഹൃദയം പിളരുന്നൊരു നിലവിളിയോടുകൂടി യേശു പ്രാണനെ വിട്ടു. അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അരിമത്തയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ യോസഫ് വന്ന് അവൻ്റെ ശരീരം എടുത്തു. യോസഫ് പാറയിൽ വെട്ടിയിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശിലയിൽ പൊതിഞ്ഞ് യേശുവിനെ അവിടെ വെച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ വായനയുമുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ ദിവസം ഉപവാസ ദിനമായി ആചരിക്കുന്ന പതിവുണ്ട്. കുരിശിൽ കിടന്ന് ദാഹിക്കുന്നു എന്ന് വിലപിച്ച യേശുവിന് കയ്പുനീർ കുടിക്കാൻ കൊടുത്തതിൻ്റെ ഓർമ്മയിൽ വിശ്വാസികൾ കയ്പുനീർ കുടിക്കുന്ന ആചാരവുമുണ്ട്. സഭകളുടെ അംഗീകൃത ആചാരമല്ലെങ്കിലും ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ വർഷം തോറും ചില വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പ്രതീകാത്മക കുരിശേറൽ നടത്താറുണ്ട്. കത്തോലിക്ക സഭയുടെ ആചാരങ്ങളിൽ യേശുവിൻ്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴി ഈ ദിവസത്തെ ആചാരങ്ങളിൽ മുഖ്യമായതാണ്. കേരളത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ മലയാറ്റൂർ, വയനാട് ചുരം, കുരിശുമല തുടങ്ങിയ ഇടങ്ങളിൽ വലിയ കുരിശും ചുമന്ന് കാൽനടയായി മല കയറി പരിഹാര പ്രദക്ഷിണം നടത്തുന്ന വിശ്വാസികളുടെ നീണ്ട നിര കാണാം. ഓർത്തഡോക്സ് സഭകൾ ദീർഘമായ ശുശ്രൂഷയോടുകൂടി ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ദേവാലയത്തിന് പുറത്തും അകത്തുമായി പ്രദക്ഷിണങ്ങൾ, കുരിശുകുമ്പിടിയിൽ തുടങ്ങിയ ചടങ്ങുകളും നടത്തപ്പെടുന്നു. വിശ്വാസികൾ ചൊറുക്ക എന്ന് വിളിക്കുന്ന കയ്പുനീര് കുടിക്കുന്ന പതിവും ഉണ്ട്.
പ്രൊട്ടസ്റ്റന്റ് നവീകരണ സഭകളിൽ വിപുലമായ ചടങ്ങുകളില്ലെങ്കിലും അനുതാപ പ്രാർത്ഥനകളോടൊപ്പം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹത്തെയും രക്ഷാകര പദ്ധതിയെയും ആധാരമാക്കിയുള്ള പ്രഭാഷണങ്ങളും കുരിശിലെ 7 മൊഴികളെ അടിസ്ഥാനമാക്കിയുള്ള ലഘു പ്രഭാഷണങ്ങളും ഈ ദിവസം നടത്താറുണ്ട്. എന്നാൽ ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ് വിഭാഗങ്ങളിൽപ്പെടുന്ന ചില സഭകൾ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തെ എതിർക്കുകയും തികച്ചും വിജാതീയമായ ഒരു ചടങ്ങായി ഇതിനെ കരുതുകയും ചെയ്യുന്നു.